നിങ്ങളെ കാത്തിരിക്കുന്ന വ്യക്തിയുടെ കറൻറ്റ് ഫീലിങ്സാണ് നമ്മൾ നോക്കുന്നത്. അതിനുവേണ്ടി പ്രാർത്ഥിച്ചറിനോടെ തുടങ്ങിയിരിക്കുന്ന നിങ്ങളും പ്രാർത്ഥനയോടുകൂടി മാത്രം ഇത് കേൾക്കുക. എന്തായാലും നിങ്ങൾക്ക് നല്ലൊരു മാറ്റം ഉണ്ടാവും. എല്ലാ ദിവസവും ഈ റീഡിങ് കാണുക. ഇവിടെ പവർഫുള്ളായൊരു എനർജിയാണ് വരുന്നത്. കാർഡുകളിലാവാം, അല്ലെങ്കിൽ നമ്മൾ ഈ പൂജിക്കുന്ന എനർജി ആവാം. ഇവിടെ മെമ്പർഷിപ്പ് എടുത്തവർക്ക് വേണ്ടി പ്രത്യേക പൂജയും പ്രാർത്ഥനയൊക്കെ നടത്തുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് പ്രൈവറ്റായിട്ട് എന്തെങ്കിലും അറിയണമെങ്കിൽ ഇവിടുത്തെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. പരിഹാരം കൂടി ഞാൻ ചെയ്തു തരുന്നുണ്ട്. ഇവിടെ ഒരു ഡേറ്റ് ഇടുന്നു എന്ന് വിചാരിച്ച് ഇതൊരു ദിവസത്തേക്കുള്ള റീഡിംഗ് ആണെന്ന് വിചാരിക്കരുത്. ഇവിടെ ടൈംലെസ് റീഡിംഗ് തന്നെയാണ്. ഇത് നിങ്ങൾ എപ്പോൾ കാണുന്നോ അപ്പോഴായിരിക്കും നിങ്ങൾക്ക് അതിലത്തെ ഒരു മെസ്സേജ് ഉണ്ടാവുക. അപ്പോൾ കാണാൻ ശ്രമിക്കുക. ഏത് സമയത്ത് വേണമെങ്കിൽ കാണാം. ഇനി ഇവിടെ പ്രണയത്തിനെക്കുറിച്ച് മാത്രമാണ് നമ്മൾ നോക്കുന്നത്. ഇടയ്ക്ക് കുറച്ച് മെസ്സേജുകൾ, അത് വളരെ കുറച്ച്, കരിയർ, ഹെൽത്ത്, പൊതുവായ കാര്യങ്ങൾ ഇതൊക്കെ പറയുന്നുണ്ട്. ചില ആളുകൾക്ക് അത് ആവശ്യമാണ്. അപ്പോൾ എല്ലാവരും കാണുക. നിങ്ങളുടെ പ്രായം അല്ലെങ്കിൽ നിങ്ങളുടെ റിലീജിയൻ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധം ഇതൊന്നും ചോദിക്കുന്നില്ല. നിങ്ങൾ ഒരാളെ പ്രണയിക്കുന്നു, അപ്പുറത്തിരിക്കുന്ന ആളും അതുപോലെ പ്രണയിക്കുന്നുണ്ടോ എന്ന് മാത്രമാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ മെസ്സേജുകളിലേക്ക് പോവാം. 2 വാണ്ടാണ് ആദ്യം വന്നിരിക്കുന്നത്. മൂൺ വന്നു, അതിലും 2 നിൽക്കുന്നത്. 2 സോഡ്സ് ആണ് വന്നിരിക്കുന്നത്. 2 നിങ്ങളോട് എന്തോ പറയാനുണ്ട്. ഡെത്ത് കാർഡ് വന്നു. ഇപ്പം ചിലപ്പോൾ ബ്രേക്കപ്പ് ആയിരിക്കാം. ഡെവിൾ എനർജി വന്നിട്ടുണ്ട്. അതിന് അഡിക്ഷൻ എന്നുകൂടി ഉണ്ട്. നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര അഡിക്ഷൻ ആണെങ്കിലോ. സണ്ണാണ് വന്നിരിക്കുന്നത്. 10 വാണ്ടാണ്. 2 കപ്പാണ്. സണ്ണ് എസ് എന്നാണ്, ഡെവിൾ നോ എന്ന് പറഞ്ഞാൽ ഇരുട്ടിനെ ഇല്ലാതാക്കാൻ വെളിച്ചം വന്നു. ഇനി എംബ്രർ, വീട്ടുകാരൊക്കെ എതിർക്കുന്നുണ്ട്. പേജ് വാണ്ട പുറംതിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. ഹാങ്ഡ് മാൻ വന്നിട്ടുണ്ട്. 2 കപ്പ്, 2 സോഡ്സ്, 2 വാണ്ട. ഇനി മൂണിലും 2 ആണ് നിൽക്കുന്നത്. അപ്പം 4, 2 വന്നു കഴിഞ്ഞു. അത് ഒരു പ്രത്യേക മെസ്സേജ് തന്നെയാണ്. പ്രണയിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ്. ടിൻ ഫ്ലെയിം, സോൾമേറ്റ്, ഡിവൈൻ കണക്ഷൻ, സ്പിരിച്വൽ ജേണി എന്നൊക്കെ പറയുന്നതാണ് ഈ 2 എന്ന നമ്പർ. അത് പലതവണ വന്നതുകൊണ്ട് നിങ്ങൾക്ക് പ്രശ്നങ്ങളില്ല എന്ന് ഞാൻ പറയില്ല. പക്ഷെ നിങ്ങളുടേതൊരു ദൈവികമായ ബന്ധമാണ്. എന്നാൽ ഇവിടെ ഒരു സാത്താൻ നിൽക്കുന്നുണ്ട്. അത് നിങ്ങളുടെ തന്നെ അഡിക്ഷൻ ആയിരിക്കാം. നിങ്ങൾക്ക് അവരോട് ഭയങ്കര അഡിക്ഷൻ. ഒരു ദിവസം മിണ്ടാതിരുന്നാൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയായിരിക്കാം. എല്ലായ്പ്പോഴും ഡെവിൾ വരുമ്പോൾ നമുക്ക് മറ്റൊരാളുണ്ടെന്ന് പറയാൻ പറ്റില്ല. അഡിക്ഷൻ ആവാം. അവർക്ക് നിങ്ങളോടോ നിങ്ങൾക്ക് അവരോടോ ഭയങ്കരമായ ഭ്രാന്തമായ പ്രണയമാണെന്ന് പറയുന്ന 2 കാർഡ്, 1 മൂണ്, 1 ഡെവിൾ. ഇത് രണ്ടും നിങ്ങൾക്ക് അങ്ങോട്ടോ അവർക്ക് ഇങ്ങോട്ടോ ഉള്ള ഭ്രാന്തമായ പ്രണയത്തിനാണ് കാണിക്കുന്നത്. ഇനി നമുക്ക് നക്ഷത്രങ്ങളും നമ്പറുകളും പറയാം. അത്തം, രോഹിണി, തിരുവോണം, കാർത്തിക, ഉത്രം, ഉത്രാടം, ഭരണി, പൂരം, പൂരാടം. ഇതൊക്കെയാണ് നാളുകൾ. 2, 4 തവണയാണ് വന്നിരിക്കുന്നത്. ഇനി 18, 19 പറയാം. 4 വന്നിട്ടുണ്ട്, 17 വന്നിട്ടുണ്ട്, 13 വന്നിട്ടുണ്ട്, 10 വന്നിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങളുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നോക്കുക. ടി റിപ്പീറ്റായി വന്നിട്ടുണ്ട്. 2 വാണ്ടാണ് ആദ്യം. ഇത് ദീർഘവീക്ഷണത്തിനെയും ഇത് മുന്നോട്ട് കൊണ്ടുപോകണോ എന്ന് ചിന്തിക്കുന്നതിനെയാണ് കാണിക്കുന്നത്. മനസ്സിലായോ? ഇതങ്ങ് ഞാൻ സ്വീകരിച്ചു എന്നല്ല ഇവിടെ പറയുന്നത്. ദീർഘകാല ബന്ധത്തിനെക്കുറിച്ചുള്ള പര്യവേഷണം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരാളോട് താല്പര്യമുണ്ട്, അവർക്ക് നിങ്ങളോട് താല്പര്യമുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്കാണ് അവരെ എടുക്കുന്നത്. അവരെക്കുറിച്ച് കൂടുതൽ അറിയണം എന്നുള്ള ജിജ്ഞാസ, അവർ മുഴുവൻ നല്ലതാണോ, അവരെനിക്ക് യോജിച്ചതാണോ, ഇങ്ങനെയൊക്കെയുള്ള കൺഫ്യൂഷൻ. ഇത് മുന്നോട്ട് കൊണ്ടുപോകണോ അതോ മറ്റെന്തെങ്കിലും കാത്തിരിക്കണോ, ഇങ്ങനെ ഒരു ചിന്ത വരുന്നതിനെയാണ് 2 വാണ്ട് പറയുന്നത്. ഇനി മറ്റൊരു ചിന്ത അവർക്കുള്ളത്, പങ്കാളി മറ്റൊരു ചക്രവാളം തേടി പോകുമോ. ഇതൊക്കെ മെസ്സേജാണ് കേട്ടോ. ഇവിടെ കിട്ടുന്ന ആ കാർഡിൻ്റെ മെസ്സേജാണ്. മറ്റൊന്നിലേക്ക് പോകുമോ, ഇതിനൊരു അടിസ്ഥാനമുണ്ടോ, എനിക്കെന്നും കിട്ടുമോ, ഇങ്ങനെ കൺഫ്യൂഷനാണ്. മനസ്സിലായോ? ഒന്ന് അവർക്ക് യോജിച്ചതാണോ നിങ്ങൾ എന്ന് ചിന്തിക്കുക. മറ്റൊന്ന് നിങ്ങൾ മറ്റെന്തെങ്കിലും തേടിപ്പോവോ എന്ന് പേടിക്കുക. അപ്പോൾ ഇവിടെ 2 കലർന്നൊരു അവസ്ഥയാണ്. അങ്ങ് സ്വീകരിക്കുക എന്നുമില്ല, എന്നാൽ കളയുക എന്നുമില്ലാത്തൊരവസ്ഥ. കൺഫ്യൂഷനിലാണ് 2 വാണ്ട് വരുന്നത്. ഇനി 2 സോഡ്സ് പറയുന്നു ഒരു സ്തംഭനാവസ്ഥ, വൈകാരികമായ അന്ധത എന്ന് പറയുന്നത്. അത് നിങ്ങൾക്കായിരിക്കാം.
സത്യം കാണാനുള്ള വിസമ്മതം എന്നാണ് പറയുന്നത്. എനിക്കത് കാണണ്ട, സത്യം ഇന്നതാണ്, പക്ഷേ എനിക്കത് കാണണ്ട എന്ന്. അപ്പോൾ അവർ നിങ്ങളെ തിരഞ്ഞെടുത്തിട്ടില്ലെങ്കിൽ, അവർ ഓപ്ഷനാക്കി മാത്രം നിങ്ങളെ വെച്ചിരിക്കുകയാണെങ്കിൽ സ്വീകരിക്കാം അല്ലെങ്കിൽ നിരാകരിക്കാം എന്നുള്ള അവസ്ഥ. കയ്യാലപ്പുറത്തെ തേങ്ങ പോലെയാണ് അവരിപ്പോൾ പെരുമാറുന്നത് എങ്കിൽ നിങ്ങൾക്കത് കാണണ്ട. കാരണം നിങ്ങൾക്ക് അന്ധമായ പ്രണയമാണ്. അവർ കുറച്ച് യുക്തിസഹമായി ചിന്തിക്കുന്ന ആളാണ് എന്നാണ് 2 പറയുന്നതെങ്കിൽ നിങ്ങൾ വികാരങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. എനിക്കത് കിട്ടിയേ തീരൂ, എനിക്കവരില്ലാതെ ജീവിക്കാൻ വയ്യ, എനിക്കവരെ മറക്കാൻ വയ്യ. വേദനാജനകമായ ബന്ധമാണെങ്കിലും അങ്ങനെ പറയുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് തന്നെയാണ്. എനിക്കവരിൽ നിന്ന് മാറിപ്പോവാൻ പറ്റില്ല, അവരെന്നെ തന്നെ സെലക്ട് ചെയ്യണം, അവരെന്നെ തന്നെ സ്നേഹിക്കണം. ഇങ്ങനെ നിർബന്ധ ബുദ്ധിയോടു കൂടിയാണ് നിങ്ങൾ അവരെ സമീപിക്കുന്നതെന്ന് പറയുന്നത്. അവരെ യുക്തിസഹമായി ചിന്തിക്കുന്നു, നിങ്ങൾ വികാരങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് ചിന്തിക്കുന്നു. അതാണ് 2 സൂട്ട്സും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ വേദനാജനകമായ ഒഴിവാക്കൽ എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളെ ഒഴിവാക്കാൻ സാധ്യതയുണ്ട് എന്നാണ്. അപ്പോൾ നിങ്ങളെ അങ്ങ് തിരഞ്ഞെടുത്തു, അവരുടെ ജീവനിലേക്ക് ചേർത്തു, നിങ്ങളുമായി മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു. ഇതൊന്നും ഞാനിവിടെ പറയുന്നില്ല. ഇങ്ങനെ കൺഫ്യൂഷനെയാണ് ഇവിടെ ആ 2 കാർഡും കാണിക്കുന്നത്. ഒന്ന്, അവർ ചിന്തിക്കുന്നു അവർക്ക് ചേർന്നതാണോ നിങ്ങളെന്ന്. ഇനി അവർ മറ്റൊന്ന് ചിന്തിക്കുന്നത് നിങ്ങൾക്ക് അവരെ ഇഷ്ടമല്ലാതെ മറ്റൊരു ചക്രവാളം തേടി പോകുമോ അല്ലെങ്കിൽ മറ്റൊരു ബന്ധം തേടി പോകുമെന്ന്. നിങ്ങളതല്ല ചിന്തിക്കുന്നത്. എനിക്ക് അവരെ മാത്രം മതി, അവരെ എന്നെ ഒഴിവാക്കി കഴിഞ്ഞാൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. സ്വയം വൈകാരികമായ അന്ധത എന്ന് പറയുന്നത്. കണ്ണ് കാണാത്തതല്ല, കണ്ണങ്ങ് കെട്ടിവെച്ചിരിക്കുകയാണ്. കണ്ണ് കാണാൻ പറ്റും, അവർക്ക് നിങ്ങളെ വേണ്ടാന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. പക്ഷേ നിങ്ങൾ കണ്ണ് കെട്ടിയിരിക്കുകയാണ്. അപ്പോൾ അപ്രിയമായ സത്യങ്ങൾ കേൾക്കാൻ താല്പര്യമില്ലാത്ത ഒരാൾക്ക് വേണ്ടിയാണ് 2 സോട്ട്സ് വരുന്നത്. ഇനി 2 കപ്പ് തരുന്നത് നിങ്ങൾ മനോഹരമായ വൈകാരികമായ ബന്ധത്തിലൂടെയാണ് ഈ പ്രണയം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. പക്ഷേ ഒരു പ്രത്യേക ഘട്ടത്തിൽ ബന്ധം ശ്വാസം മുട്ടിക്കുന്നതോ സ്വാതന്ത്ര്യങ്ങൾക്ക് വിലങ്ങിടുന്നതോ പറ്റിപ്പിടിക്കുന്നതോ ആയ തോന്നലുണ്ടായി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇത്തിരി കുഴപ്പമുണ്ട്. അവർ നിങ്ങളെ മുഴുവനായിട്ടും അങ്ങ് കൈക്കൊള്ളാത്തത്, അമിതമായിട്ട് സ്വാതന്ത്ര്യം എടുക്കുക, അമിതമായി അവരെ കൺട്രോൾ ചെയ്യുക, അമിതമായി നിങ്ങൾ സ്നേഹിക്കുക, അതിനെ പറ്റിപ്പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിഷ്ടമല്ല. ഒരു വ്യക്തിക്ക് സ്വാതന്ത്ര്യം ഇല്ലാതായി എന്നുള്ളതാണ്. അങ്ങോട്ട് പോയിട്ട് പ്രണയം കൊടുത്തിട്ടേ, ഞാൻ പറഞ്ഞില്ലേ, അമിതമായി കഴിഞ്ഞാൽ ഓക്കാനം വരാൻ തുടങ്ങും, മട്ടിപ്പുണ്ടാവും. ഇവിടെ അവർക്ക് മട്ടിപ്പുണ്ടായി. അതാണ് 2 സോട്ട്സ് 2 കപ്പ് ഈ 3 കാർഡുകൾ പറയുന്നത്. ഈ 3 കാർഡുകളുടെയും കൂടി സംയോജനം, ദിസ് കോമ്പിനേഷൻ പറയുന്നത് നിങ്ങൾ നന്നായി ആലോചിച്ച് അവർക്കൊരു സ്പേസ് കൊടുത്ത് ഈ സ്നേഹത്തിനുള്ള വാല്യൂ മനസ്സിലാക്കി. സ്നേഹം എന്ന് പറഞ്ഞാൽ വാല്യൂ ഉള്ളതാണ്. അതിനെ വെടിപ്പാക്കുന്നതും ചെടിപ്പാക്കുന്നതും നിങ്ങൾ തന്നെയാണ്. അപ്പോൾ നിങ്ങളെങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആരും കാണില്ല എന്ന് എനിക്കറിയാം. ഒരാളെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് രാവിലെ അവർ കണ്ണ് തുറക്കുമ്പോഴേക്കും തുടങ്ങിയിട്ട് രാത്രി അവർ കണ്ണടയ്ക്കുന്നത് വരെ എപ്പോഴും അവർക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക, എപ്പോഴും അവരെ വിളിച്ചുകൊണ്ടിരിക്കുക, എപ്പോഴും അവരുടെ കാര്യങ്ങളിൽ സ്വാതന്ത്ര്യം കൊടുക്കാതിരിക്കുക, അവരാരോട് മിണ്ടി, ആരുടെ കൂടെ പോയി, ഇങ്ങനെയുള്ള സംശയം എപ്പോഴും ഉണ്ടാവുക. ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ പങ്കാളി ചിന്തിക്കില്ലേ, ഇത് മുന്നോട്ട് കൊണ്ടുപോകണോ, ഇത് ഇത്തിരി ദിവസത്തേക്കല്ല നമ്മൾ തിരഞ്ഞെടുക്കുന്നത്, ജീവിതകാലം മുഴുവനാണ്. അപ്പോൾ എന്നെ മനസ്സിലാക്കുന്നില്ലേ, ഇതെനിക്കൊരു അനർത്ഥമായി മാറുമോ, ഇത് തിരഞ്ഞെടുക്കണോ അതോ ഞാൻ മറ്റൊന്നിനെ സ്വീകരിക്കണോ, ഇങ്ങനെയൊക്കെയാണ് 2 പറയുന്നത്. ഇനി മറ്റൊന്ന് പറയുന്നത് നിങ്ങൾ മറ്റൊരാളിലേക്ക് പോകുമെന്നാണ്. കാരണം നിങ്ങൾക്ക് വേണ്ട വിധത്തിലല്ല അവർ സ്നേഹിക്കുന്നതെന്ന് അവർക്ക് തന്നെ അറിയാം. നിങ്ങളതിൻ്റെ കൂടുതലൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ അത്രയും നിങ്ങൾക്ക് തരുന്നില്ല. അവർക്ക് വിവേകമാണ്, നിങ്ങൾക്ക് വികാരമാണ്. ആ 2 വ്യത്യാസം മനസ്സിലാക്കുക. ഇനി സ്ത്രീയേക്കാൾ പ്രായം കുറഞ്ഞ പുരുഷൻ എന്നിവിടെ പ്രത്യേകം പറയുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ വിവാഹിതരും കുട്ടികളുള്ളവരും ആയിരിക്കാം, അപ്പുറത്തിരിക്കുന്ന പുരുഷൻ അവിവാഹിതനായിരിക്കാം, നിങ്ങളെക്കാൾ ഒരുപാട് ചെറുപ്പമായിരിക്കാം. അപ്പോൾ അവർക്ക് ധാരാളം ഓപ്ഷനുകളുണ്ടല്ലോ, നിങ്ങൾക്ക് ഈ ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. അതുകൊണ്ടാണ് 2 പേരും ഇങ്ങനെ ചിന്തിക്കുന്നത്. സ്വാർത്ഥമായ പ്രണയമാണ് ഇവിടെ വന്നിരിക്കുന്നത്. 2 കപ്പ് എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ വീണിട്ടുള്ള ശുക്രനെയാണ് നമ്മൾ കാണുന്നത്. ശുക്രൻ എന്ന് പറഞ്ഞാൽ ഖരമൂലകമാണ്, മനസ്സിലായില്ലേ? ഭൂമിയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഭൂമി വെള്ളത്തിൽ വീണാൽ എന്താ ഉണ്ടാവുക? ഭൂമിയിലെ ജീവജാലങ്ങൾക്ക് വെള്ളത്തിൽ ജീവിക്കാൻ കഴിയില്ല. വെള്ളത്തിൽ ജീവിക്കുന്നവർക്ക് കരയിലും ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ഒരു ഭാഗം വെള്ളത്തിൽ മൂടി എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ മുഴുവനായും വെള്ളത്തിൽ മൂടിയ ആളാണ് 2 കപ്പിൽ നിൽക്കുന്നത്.
വാട്ടർ എലമെൻ്റാണ് നിൽക്കുന്നത്. ശുക്രനുമാണ്, പ്ലാനറ്റ് ശുക്രനാണ്. അപ്പോൾ വിപരീതമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. വാട്ടർ എലമെൻറ്റിലെ ശുക്രൻ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ എനർജി, വെള്ളത്തിൻ്റെ എനർജി അല്ല. അപ്പോൾ ശ്വാസം മുട്ടുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയാൻ കാരണം. ശ്വാസം മുട്ടിക്കുന്ന പ്രണയം അത് ഏറെ നേരം കിടക്കാൻ പറ്റുമോ? നമ്മൾ കരയിൽ ജീവിക്കുന്നവർക്ക് എത്ര നേരം വെള്ളത്തിൽ ശ്വാസം വിടാതെ ജീവിക്കാൻ സാധിക്കും? ഇനി ചന്ദ്രൻ വെള്ളത്തിൻ്റെ അധിപനാണ്, ജലമൂലകമാണ്. ചന്ദ്രൻ എവിടെ നിൽക്കുന്നതെന്ന് അറിയോ? വായുമൂലകത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ വേണ്ടവർക്ക് വിപരീതമായിട്ടുള്ള എലമെൻറ്റുകളാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് വിപരീതം പറയേണ്ടി വരുന്നത്. ചന്ദ്രൻ നിൽക്കുന്നത് വായുമണ്ഡലത്തിലാണ്. ആകാശം വായുമണ്ഡലം തന്നെയാണ്. പക്ഷേ ചന്ദ്രൻ പ്രതിനിധീകരിക്കുന്നത് വാട്ടറിനെയാണ്, വെള്ളത്തിനെയാണ്. അപ്പോൾ ചന്ദ്രന് ചേരാത്ത സ്ഥലത്ത് ചന്ദ്രൻ നിൽക്കുക, ശുക്രന് ചേരാത്ത സ്ഥലത്ത് ശുക്രൻ നിൽക്കുക. ഇതുകൊണ്ടാണ് നിങ്ങൾ ചേരാത്ത വിധം രണ്ടുപേരും ചിന്തിക്കുന്നത്. അവർ ചിന്തിക്കുന്നതല്ല നിങ്ങൾ ചിന്തിക്കുന്നത്. രണ്ടുപേർക്കും വിപരീതമായ ചിന്തകളാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ വേറെ ആരുമല്ല, നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ബന്ധത്തിനെ വഷളാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി കുജൻ നിൽക്കുന്നതാണെങ്കിൽ തീയിൽ തന്നെയാണ്. കുജൻ എന്ന് പറഞ്ഞാൽ തന്നെ തീയാണ്, അതൊന്നുകൂടി തീയിലാണ് നിൽക്കുന്നത്. അപ്പോൾ കുജൻ എന്ന് പറഞ്ഞാൽ ദേശക്കട്ടയാണ്. അപ്പോൾ നിങ്ങൾക്കിടയിൽ ഇടയ്ക്കിടയ്ക്ക് തർക്കങ്ങളും വാഗ്വേദങ്ങളും ഉണ്ടാവുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഒരാൾ ചിന്തിക്കുന്നതല്ല മറ്റേ ചിന്തിക്കുന്നത്. അതുകൊണ്ട് പ്രേരിപ്പിക്കുകയാണ്, എന്നെപ്പോലെ ചിന്തിക്കുക, രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്നെ വിളിക്കുക, എൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറയുക, എൻ്റെ ആ ചുറ്റുവട്ടത്തുനിന്ന് ഒരു അരയ്ക്ക് കുടുക്കിട്ട് പിടിച്ച പോലെയുള്ള ആ പിടുത്തത്തിൽ നിന്ന് അകന്നു പോകരുത്, വേറെ ഒന്നിനെക്കുറിച്ചും ചിന്തിക്കരുത്, നിനക്ക് സമൂഹമായിട്ട് ഒരു ബന്ധവും പാടില്ല, ഞാനായിട്ട് മാത്രമേ ബന്ധം പാടൂ. ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ പരിധിയിൽ നിൽക്കുമോ? എല്ലാവർക്കും ആവശ്യം എന്താണ്? അവനവൻ വിചാരിക്കുന്ന പോലെ ജീവിക്കണമെന്നാണ്. പക്ഷേ നിങ്ങൾ ഈ ശ്വാസം മുട്ടിക്കുന്ന പ്രണയം കൊണ്ട് ഈ പ്രണയം കളയാൻ സാധ്യതയുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. 2 എന്നത് ഒരു ഏഞ്ചൽ നമ്പറാണ്. 2 എന്നത് ഒരു ഡിവൈൻ കണക്ഷനാണ്, ഒരു സ്പിരിച്വൽ ജേണിയാണ്. പക്ഷേ ഇപ്പോൾ തൽക്കാലം നിങ്ങൾ ഇങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നതും ചിന്തിക്കുന്നതും. അതുകൊണ്ട് തന്നെ അവർ വളരെയധികം ചിന്തിക്കുന്നു, വളരെയധികം വിവേകത്തോടുകൂടി ചിന്തിക്കുന്നു. മറ്റൊരു ഓപ്ഷൻ എനിക്ക് സ്വീകരിക്കേണ്ടി വരുമോ എന്നൊക്കെ ചിന്തിക്കുന്നു. അതിന് നിങ്ങളാണ് കാരണക്കാർ. നിസ്സാരമായൊരു ഉദാഹരണം പറയാം. അവരൊരു പങ്കാളിയുള്ള ആളാണെന്ന് ഇരിക്കട്ടെ. നിങ്ങൾക്കറിയാം നിങ്ങൾക്കും പങ്കാളി ഉണ്ടാവും. ഇന്ന സമയത്ത് എന്നെ വിളിക്കരുത്, അവർ കൂടെ ഉണ്ടാവും എന്ന് പറയുന്ന സമയത്ത് തന്നെ നിങ്ങൾ വിളിക്കും. എന്തിനറിയോ നിങ്ങൾ വിളിക്കുന്നത്? നിങ്ങളുടെ ആധിപത്യം അവരെ മനസ്സിലാക്കാൻ. ചിലപ്പോൾ നിങ്ങളുമായി ഫിസിക്കൽ ബന്ധം ഉണ്ടായിട്ടുണ്ടാവും, കാരണം ഡെവിൾ വന്നിട്ടുണ്ടല്ലോ. നിങ്ങൾക്ക് അവരോട് അഡിക്ഷനാണല്ലോ. അപ്പോൾ അവരുടെ പങ്കാളി തന്നെ അവരെ കൂടുതൽ സ്നേഹിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ല. ഇത് സ്നേഹത്തിൻ്റെ മറ്റൊരു വശമാണ്. അപ്പോൾ അവരുമായിട്ട് കൂടെ ഉള്ള സമയത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെ കൂടെ ഇരുന്ന് അവരെ സ്നേഹിക്കേണ്ട എന്നുള്ളൊരു അസൂയ കാരണം നിങ്ങൾ ആ സമയത്ത് തന്നെ വിളിച്ചുകൊണ്ടിരിക്കും. അതവർക്ക് നിങ്ങളോടുള്ള വെറുപ്പിൻ്റെ ആഴം കൂട്ടും എന്നാണ് പറയുന്നത്. അങ്ങനെ പ്രവർത്തിക്കരുത്. അങ്ങനെയൊന്നും നിങ്ങളിലേക്ക് അവർ വരില്ല. നിങ്ങൾ എത്രത്തോളം ക്ഷമ കാണിക്കുന്നോ, എത്രത്തോളം സ്നേഹം കൊടുക്കുന്നോ, അപ്പോഴാണ് അവർ നിങ്ങളിലേക്ക് വരിക. കാരണം അവരൊരു സ്പേസ് ഇട്ടിട്ട് മാത്രമാണ് നിങ്ങളോട് പെരുമാറുന്നത്. നിങ്ങളുടെ സ്വാതന്ത്ര്യങ്ങളിലൊന്നും അവർ കൈകടത്തുന്നില്ല. നിങ്ങൾ പുറത്ത് പോയോ, അല്ലെങ്കിൽ നിങ്ങളുടെ പങ്കാളിയുടെ കൂടെയാണോ, നിങ്ങളുടെ കുടുംബത്തിൻ്റെ കൂടെയാണോ, നിങ്ങൾ അനുവദിക്കുന്ന ഒരു സമയത്ത് മാത്രമാണ് അവരിങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യുന്നത്. പക്ഷെ നിങ്ങളങ്ങനെയല്ല, അഡിക്ഷനാണല്ലോ. നിങ്ങൾക്ക് പേടി അവർ പങ്കാളിയുമായി കൂടുതൽ സ്നേഹിച്ചാലോ, എന്നെ മറന്നാലോ, അങ്ങനെ ഇപ്പോൾ അവർ സ്വൈരത്തോടുകൂടി പങ്കാളിയുമായി ജീവിക്കണ്ട എന്നൊക്കെ വിചാരിച്ച് അവരെ സ്വൈരം കെടുത്തുന്ന തരം പ്രവർത്തികൾ എടുക്കാതിരിക്കുക. ഇനി മൂൺ മറഞ്ഞിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം നിങ്ങളോട് അവർ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട്, സാമ്പത്തിക പ്രശ്നമുണ്ട്, വീട്ടിൽ പ്രശ്നമുണ്ട്, ജോലിയിൽ പ്രശ്നമുണ്ട്, സുഹൃത്തുക്കൾ അറിഞ്ഞ പ്രശ്നമാണ്, കുടുംബം അറിഞ്ഞ പ്രശ്നമാണ്, ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. എന്നാലും നിങ്ങൾ വിടില്ല. നിങ്ങൾക്ക് ഭ്രാന്തമായ പ്രണയമാണല്ലോ. ആ ഭ്രാന്തുകാരനെ നിങ്ങൾ ഉറങ്ങുന്നില്ല. ഒരു നേരം വിളിച്ചിട്ട് 24 മണിക്കൂർ സംസാരിച്ചാൽ ഏതെങ്കിലും ഒരു സമയത്ത് ഫോൺ കട്ട് ചെയ്താൽ മതി, അന്ന് മുഴുവൻ നിങ്ങൾ ഉറങ്ങില്ല. അതിനാണ് ഞാൻ പറയുന്ന അഡിക്ഷനാണെന്ന്. ഇവിടെ അഡിക്ഷനാണ് വന്നിരിക്കുന്നത്. പിന്നീട് 2 വാളിൻ്റെ ഇടയിൽ കഴുത്ത് വെച്ച പോലെ ഇങ്ങോട്ട് തിരിഞ്ഞാലും മുറിയും. അത് നിങ്ങളുടെ അവസ്ഥയാണ്. കാരണം അവരെ കളയുകയെന്ന് വിചാരിച്ചാലും നിങ്ങൾക്ക് സ്വയം ഭയങ്കര പെയിനാണ്. ഇനി അവരുടെ ഒപ്പം മുന്നോട്ട് പോകാമെന്ന് വെച്ചാലും ഭയങ്കര പെയിനാണ്. ഈ അവസ്ഥയാണ് 2 സൂട്ട്സ് കാണിക്കുന്നത്. ഇവിടെയാണ് തുലാത്തിൽ ചന്ദ്രൻ നിൽക്കുന്നത്, വായുമണ്ഡലത്തിലാണ് നിൽക്കുന്നത്. നമ്മൾ കാണുന്നതും അതാണ്.
ഇവിടെ ഒരു പ്രശ്നമുള്ളത് ബുധൻ്റെ ഏരിയയാണത്. അവിടെയാണ് ചന്ദ്രൻ നിൽക്കുന്നത്. മനസ്സിലായോ? ഇപ്പോൾ വ്യക്തമായി മനസ്സിലായില്ലേ? ബുധൻ്റെ ഏരിയയിൽ ചന്ദ്രൻ കടന്നു കഴിഞ്ഞാൽ ബുധൻ്റെ ശത്രുവാണോ ചന്ദ്രൻ? അത് മനസ്സിലാക്കുക. അവരുടെ പങ്കാളിയുള്ള ഏരിയയിലേക്ക് നിങ്ങൾ പോയാൽ പങ്കാളി നിങ്ങളുടെ ശത്രുവാണ്. മനസ്സിലാക്കുക. അവരെയാണ് നിങ്ങൾ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നത്, പങ്കാളിയുള്ള ആളെ. അതുകൊണ്ടാണ് ഇങ്ങനെ പ്ലാനറ്റ് വഴി ഞാൻ നിങ്ങളെന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞിരുന്നത്. കടക്കാൻ പാടില്ലാത്ത ഏരിയയിലേക്ക് അതിക്രമിച്ച് കടക്കുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് പാടില്ലാത്ത എലമെൻറ്റും പാടില്ലാത്ത പ്ലാനറ്റുകളും വന്നിരിക്കുന്നത്. ശുക്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹത്തിന് അനുകൂലമായി നിൽക്കുന്ന ആളാണ്. പക്ഷേ അതിൽ കുറച്ച് നെഗറ്റീവ് എനർജി കൂടിയുണ്ട്. അത് മനസ്സിലാക്കുക. അത് വെള്ളത്തിൽപ്പെട്ടാലോ അപ്പോൾ ശ്വാസം മുട്ടും. അത് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന എന്തൊക്കെ പ്രവൃത്തികൾ അവരെ ശ്വാസം മുട്ടിക്കുന്നു. അത് തന്നെയാണ് ഡെത്ത് കാർഡ് പറയുന്നത്. ഈ ദുസ്വഭാവം അങ്ങ് കളഞ്ഞിട്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ് എന്നവരൊരു സുപ്രഭാതത്തിൽ ചിന്തിച്ചാൽ നിങ്ങൾ നിരാലംബരായി എന്നാണ് പറയുന്നത്. ഇനി വന്നിരിക്കുന്നു ഹാങ്ഡ് മാൻ. എപ്പോഴും അവർ ക്രൂശിക്കപ്പെടുകയാണ് എന്നാണ് പറയുന്നത്. ഹാങ്ഡ് മാൻ പറയുന്നത് എനിക്കിത്തിരി സ്പേസ് തരണം, എനിക്കിത്തിരി ധ്യാനത്തിലിരിക്കണം, മെഡിറ്റേറ്റ് ചെയ്യണം എന്നാണ് ഹാങ്ഡ് മാൻ തരുന്ന സന്ദേശം. അപ്പോൾ അവർക്ക് നിങ്ങളിൽ നിന്ന് ഒരു ഗ്യാപ്പ് വേണം എന്നാണ് പറയുന്നത്. ബ്രേക്കപ്പ് ആയിട്ടുണ്ടാവും ഇപ്പോൾ. കാരണം അവർ സമയമെടുക്കുകയാണ്, നിങ്ങളെ പഠിക്കുകയാണെന്നാണ് പറയുന്നത്. ബന്ധം ഏതുമാവാം. പങ്കാളിക്ക് മറ്റേ ആളെക്കുറിച്ച് നന്നായൊന്നും അറിയണമല്ലോ. നിസ്സാരം നമ്മളൊരു സാധനം ഓർഡർ ചെയ്യുകയാണ്, വാങ്ങിക്കുകയാണ് ഓൺലൈൻ വഴി. അതിനെക്കുറിച്ച് നമ്മൾ എന്തിനൊക്കെ സെർച്ച് ചെയ്തിട്ടാണ് മനസ്സിലാക്കുക. എന്നിട്ടല്ലേ അത് വാങ്ങൂ. അപ്പോൾ പങ്കാളിയെ സ്വീകരിക്കുമ്പോഴോ എത്രയധികം ചിന്തിക്കുന്നുണ്ടാവും. ആ ചിന്തയുടെ സമയത്തിനാണ് ഹാങ്ഡ് മാൻ വന്നിരിക്കുന്നത്. ഇനി പേജ് വേണ്ട. എപ്പോഴും പുറംതിരിഞ്ഞ് നിൽക്കുന്ന ഒരു സ്വഭാവമാണ്. ഇവിടെ ബുധനാണ് വന്നിരിക്കുന്നത്. ബുധൻ്റെ ശത്രുവാണല്ലോ ഇവിടെ നിൽക്കുന്ന ചന്ദ്രൻ. അതുകൊണ്ട് തന്നെ ചന്ദ്രന് അഭിമുഖമായിട്ട് ബുധൻ നിൽക്കില്ല, പുറംതിരിഞ്ഞേ നിൽക്കുള്ളൂ. ബുധനാണെങ്കിൽ സന്ദേശവാഹകനാണ്. അപ്പോൾ നിങ്ങൾക്ക് സന്ദേശങ്ങൾ അത്രയൊന്നും അയക്കുന്നുണ്ടാവില്ല. പുറംതിരിഞ്ഞ് നിൽക്കുകയാണല്ലോ, നോർമലല്ലല്ലോ. വക്രഗതി എന്നൊക്കെ നമ്മൾ പറയും. പുറകോട്ട് പോവുക എന്നാണ് ജ്യോതിഷത്തിൻ്റെ ഈ വക്രഗതി ഉദ്ദേശിക്കുന്നത്. ആ ഒരു അവസ്ഥയിലാണ് ബുധൻ ഇവിടെ നിൽക്കുന്നത്. പുറംതിരികെയാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് സന്ദേശമൊന്നും ഇപ്പോൾ അയക്കില്ല. ഒരു ലീവ് എടുത്തിരിക്കുകയാണ്. അതാണ് ഹാങ്ഡ് മാൻ പറയുന്നത്. ജോലിയിലൊക്കെ തടസ്സമാണ്, ജോലിയിലൊന്നും മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. ചില ആളുകൾക്ക് സസ്പെൻഷൻ, ചിലപ്പോൾ റിസൈൻ ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവാം, ചിലപ്പോൾ ജോലി മാറ്റം, സ്ഥലം മാറ്റം കിട്ടിയിട്ടുണ്ടാവാം. ജോലിയിലെ പ്രശ്നങ്ങളെയാണ് ഹാങ്ഡ് മാൻ കാണിക്കുന്നത്. 10 വാണ്ടെന്ന് പറഞ്ഞ കുടുംബത്തിലെ ഉത്തരവാദിത്തങ്ങളെയാണ് കാണിക്കുന്നത്. നിങ്ങളൊരു ഭാരമായി മാറി, തലയ്ക്കൊരു ചുമടായി എന്നും പറയുന്നുണ്ട്. ഇനി എംബ്രർ, ഭയങ്കര കൺട്രോൾ ഇഷ്യൂ ഉണ്ട് ഇവിടെ. അത് വീട്ടുകാരുടെ ആവാം, നിങ്ങളുടെ ആവാം, അല്ലെങ്കിൽ അവർ നിങ്ങളെ ആയിരിക്കാം. ആരെയാണ് കൺട്രോൾ ചെയ്യുന്നത്? ഡെവിൾ ഇവിടെ വന്നിട്ടുണ്ട്. അഡിക്ഷനാണ്, മദ്യപിക്കുന്ന സ്വഭാവം ഉണ്ടാവും, മിസ്യൂസ് ചെയ്യുന്ന സ്വഭാവം ഉണ്ടാവും, നിങ്ങൾ തമ്മിൽ ഫിസിക്കൽ ബന്ധം ഉണ്ടായിട്ടുണ്ടാവും എന്നൊക്കെ ഡെവിൾ പറയുന്നുണ്ട്. ഇനി 2 കപ്പിനെ കുറിച്ചാണ് ഞാൻ ഇത്ര നേരം പറഞ്ഞത്. 2 കപ്പ് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ പാടില്ലാത്തൊരു ബന്ധമായിരിക്കാം, സ്റ്റാർട്ടിങ്ങിൽ എൻഡായിട്ടുണ്ടാവും, ചൈൽഡിഷ് ബിഹേവിയർ ആയിരിക്കാം, സ്ത്രീക്ക് പുരുഷനേക്കാൾ പ്രായം കൂടിയിരിക്കാം, വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞ് പ്രണയിക്കുന്ന സിംഗിൾസും ഉണ്ടാവാം. സിംഗിൾസിനോട് മാത്രം എനിക്കിവിടെ ഒരു കാര്യം പറയാനുള്ളൂ, നിങ്ങളുടെ വിവാഹം നടക്കും. എന്നാൽ വിവാഹേതര ബന്ധമാണെങ്കിൽ അത് സ്റ്റാർട്ടിങ്ങിൽ എൻഡാവും എന്നാണ് പറയുന്നത്. ഇങ്ങനെ ചിന്തിച്ചു കൂട്ടിക്കഴിഞ്ഞാൽ അവർ നിങ്ങളെ നിഷ്കരുണം വേണ്ടെന്ന് പറയും. അപ്പം നിങ്ങളുടെ പെരുമാറ്റത്തിലാണോ പൊരുത്തക്കേട്? വീട്ടിലെ ഭാരം കൊണ്ടാണോ? ജോലിയില്ലാത്ത അവസ്ഥയാണോ? സാമ്പത്തിക പ്രശ്നങ്ങളാണോ? അവരുടെ ഹെൽത്ത് ശരിയല്ലേ? അവരുടെ നോർമലായിട്ടുള്ള ആലോചനകളല്ലേ? അമിതമായ ഉത്കണ്ഠ, മാനസിക സംഘർഷം, ഇതൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അതുപോലെ ഞാൻ പറഞ്ഞില്ലേ, വെള്ളത്തിൽ പെട്ട് കഴിഞ്ഞാൽ മനുഷ്യർക്ക് എന്താ ഉണ്ടാവുക? ശ്വാസം മുട്ടും. അതൊരു സമയത്തിനെയാണ് ഇവിടെ കാണിക്കുന്നത്. നമുക്ക് ശ്വാസം മുട്ടുന്ന ചില സമയങ്ങളുണ്ടാവും. അത് കടന്നു പോകണം. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ കടന്നു പോകുമ്പോഴാണ് നമുക്ക് ജീവിതം എന്ന് പറയാൻ പറ്റുക. അപ്പോൾ അവർ ഒരുപാട് പ്രശ്നങ്ങളിലാണെന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഇത്തിരി സമാധാനം കൊടുക്കുക, ഇത്തിരി സ്നേഹം മാത്രം കൊടുക്കുക. അവർ കുറച്ച് സമയം ചോദിക്കുന്നുണ്ട്, ഞാൻ കുറച്ച് കഴിഞ്ഞ് സംസാരിക്കുക, ഞാനിപ്പോൾ ഒരു ലീവ് എടുത്തിരിക്കുകയാണ് പ്രണയത്തിൽ എന്ന് പറയുകയാണെങ്കിൽ ലീവ് കൊടുക്കുക. അല്ലാതെ രാവിലെ മുതൽ വൈകുന്നേരം വരെ മെസ്സേജ് അയക്കാതിരിക്കുക. ഇതൊക്കെയാണ് ഇവിടെ പോസിറ്റീവായി പറയുന്നത്. അപ്പോൾ എല്ലാം ഓക്കെ ആവും എന്നാണ് സണ്ണ് പറയുന്നത്. ഇനി നമുക്ക് നെഗറ്റീവ് പറയാം. നെഗറ്റീവ് പറയുകയാണെങ്കിൽ 2 വാണ്ട്. രണ്ടാമത്തെ ഓപ്ഷൻ മൂൺ, അവർ നിങ്ങളെ മനോഹരമായി വഞ്ചിക്കുകയായിരുന്നു. 2 സോട്ട്സ് രണ്ടാമത്തെ ഓപ്ഷൻ. 2 കപ്പ് രണ്ടാമത്തെ ഓപ്ഷൻ.
ഡെവിൾ, അവരും നിങ്ങളുമായിട്ടൊക്കെ ഫിസിക്കൽ ബന്ധം. ഹാങ്ഡ് മാൻ, 3 ബന്ധമുണ്ടെന്നാണ് ഹാങ്ഡ് മാൻ പറയുക. 3 ഹാങ്ഡ് മാൻ തരുന്ന ആ മെസ്സേജ്. ത്രിശങ്കു എന്ന് പറയും നമ്മൾ. ഭൂമിയിലും അല്ല ആകാശത്തും അല്ല, അങ്ങനെ ഇടയ്ക്കുള്ളൊരു സ്വർഗം, ത്രിശങ്കു സ്വർഗം. മനസ്സിലായില്ലേ? ചിലപ്പോൾ ഭാര്യയുമായിരിക്കില്ല, കാമുകിയുമായിരിക്കില്ല, വൃത്തികെട്ട രീതിയിൽ ജീവിക്കുന്ന ഒരു ലേഡിയുമായിട്ടും ഇവർക്ക് ബന്ധമുണ്ടാവും. അങ്ങനെ വേണമെങ്കിൽ പറയാം, അല്ലെ പുരുഷനുമായിട്ട്. ഇനി സണ്ണാണ് വന്നിരിക്കുന്നത്. ഒന്നിലധികം പ്രണയങ്ങൾ. എംബ്രർ, നിങ്ങളെ ഭയങ്കരമായി നിയന്ത്രിക്കുകയായിരുന്നു. പേജ് വാണ്ട്, നിങ്ങൾക്ക് പുറംതിരിഞ്ഞ് നിൽക്കുകയാണ്. 10 വാണ്ട്, നിങ്ങളിപ്പോൾ സംസാരിക്കുന്ന ഒന്നും ഇഷ്ടമല്ല, നിങ്ങളൊരു ശല്യമായി. ഡെവിൾ, നിങ്ങളെ മിസ്യൂസ് ചെയ്യുമായിരുന്നു. എന്നാൽ നിങ്ങൾക്ക് അവരോട് ഒരു ലഹരിയാണ് എന്നാണ് പറയുന്നത്. ലഹരി, മനസ്സിലായില്ലേ? മദ്യം പോലെ, മയക്കുമരുന്ന് പോലെ ഉള്ള ലഹരി തന്നെയാണ് അവരോട് നിങ്ങൾക്കുള്ളത്. ഇനി 2 കപ്പ്, സ്റ്റാർട്ടിങ്ങിൽ എൻഡായി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ നെഗറ്റീവ് പറയുന്നത്. അപ്പോൾ നെഗറ്റീവ് പോസിറ്റീവ് മെസ്സേജുകൾ ഞാൻ പറഞ്ഞു. ഇവിടെ പോസിറ്റീവിൽ വന്നിരിക്കുന്നത് ഭയങ്കരമായിട്ട് അവരെ കൺട്രോൾ ചെയ്യുന്ന, ഭയങ്കരമായിട്ട് അവരെ സ്നേഹിക്കുന്ന, മടുപ്പ് വന്നു, നിങ്ങളുടെ സ്നേഹം കൂടിപ്പോയിട്ട്. അങ്ങനെ മടുപ്പിക്കുന്ന വിധത്തിൽ സ്നേഹിക്കാതിരിക്കുക. അവരൊരു കുടുംബമുള്ളവരാണെങ്കിൽ അവർക്ക് ഒരുപാട് പരിമിതികളുണ്ട്, അതിലേക്കൊക്കെ കടന്നു കയറി അറ്റാക്ക് ചെയ്യാതിരിക്കുക. ഇതാണ് പറയാനുള്ളത്. നെഗറ്റീവ് ആണെങ്കിൽ നിങ്ങൾ മുഴുവനായിട്ടും പറ്റിക്കപ്പെട്ടു. ഈ 2 മെസ്സേജും നിങ്ങളുടെ അനുഭവങ്ങൾ പോലെ എടുക്കുക. ഇതിൽ കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ വാട്സപ്പിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. ആദ്യം നിങ്ങൾ വരുന്നു, ഡീറ്റെയിൽ തരുന്നു, പിന്നെ പണം അടയ്ക്കുന്നു. 1.5 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ റീഡിംഗ് തരുന്നു. നിങ്ങളുടെ വിഷയം എന്തുമാവാം. ബ്ലാക്ക് മാജിക് ആവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ശരീരത്തിന് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അതാവാം, അല്ലെങ്കിൽ ഫിനാൻസ് ആവാം, കരിയർ ആവാം, ഫാമിലി പ്രശ്നങ്ങളാവാം, ഭൂമി, വസ്തു, വാഹനം ഇതൊക്കെ വിൽക്കാൻ വാങ്ങാനുള്ള സമയമായി, അല്ലെങ്കിൽ കല്യാണം നടക്കാനുള്ള സമയമായി, ഇങ്ങനെയൊക്കെ നോക്കാനും വരാം. എന്ത് വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ പ്രൈവറ്റ് റീഡിങ്ങിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ. ഞാനിവിടെ ഒരു നമ്പർ കൊടുക്കുന്നു എന്ന് വിചാരിച്ചിട്ട് നിങ്ങളുടെ ലിങ്കുകൾ മുഴുവൻ ഷെയർ ചെയ്യാതിരിക്കുക. ഇന്ന് രാവിലെ എണീറ്റത് തന്നെ ഒരാൾ കുറേ ലിങ്കുകൾ ഷെയർ ചെയ്തിട്ടാണ്. അപ്പോൾ ഇതുമാതിരിയുള്ള കാര്യങ്ങൾക്കല്ല ഞാൻ നമ്പർ ഇവിടെ കൊടുക്കുന്നത്. പ്രൈവറ്റ് റീഡിങ്ങിന് മാത്രമായിട്ടാണ്. ഒരു മെസ്സേജ് പോലും അല്ലാതെ പാടില്ല. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് അടുത്ത മെസ്സേജ് നോക്കാം. പാർവതി തപസ്സിരിക്കുകയാണ്. ഇവിടെ കുറച്ച് മെഡിറ്റേറ്റ് ചെയ്യാൻ അത്യാവശ്യമുള്ളവരുണ്ട്. റീകൺസിലേഷൻ ഉണ്ടാവും. അവർ വെറുപ്പിക്കാതിരുന്നാൽ മതി, അപ്പോൾ അവർ വരും. രാധയും കണ്ണനും വിവാഹിതര അല്ലെങ്കിൽ കുട്ടിക്കാലം മുതൽ അറിയുന്ന, പിന്നീട് പ്രണയിക്കുന്ന ആളുകളായിരിക്കാം, ആരുമാവാം. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഹെൽത്ത് കരിയർ പറയാം. ഇവിടെ വന്നിരിക്കുന്നത് ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് തണ്ടല്, നട്ടല്, ഇങ്ങനെയുള്ള എല്ലുകളുടെ പ്രശ്നങ്ങൾ, പല്ലുകളുടെ പ്രശ്നങ്ങളൊക്കെയാണ്. ദന്തരോഗങ്ങൾ, തലച്ചോറിലെ നീർക്കെട്ട്, രക്തസ്രാവം, BP, മൈഗ്രെയിൻ, കടുത്ത തലവേദന പറയുന്നുണ്ട്. ഇനി ഗർഭാശയ, അണ്ഡാശയ, സ്തന, ഫൈബ്രോയിഡുകൾ പറയുന്നുണ്ട്. സ്ത്രീകളിലെ അമിത ആർത്തവം പറയുന്നുണ്ട്. അപ്പോൾ ന്യൂസിൽ കേൾക്കുന്ന കാര്യം പറയുകയാണെങ്കിൽ മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുന്നുണ്ട്, ഷിഗല്ല പടർന്നു പിടിക്കുന്നുണ്ട്, നിപ്പ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ആരോഗ്യത്തിൽ. ഇനി അമിത മദ്യപാനം, ഇവിടെ 2-3 കാർഡുകളാണ് പറയുന്നത്. കരൾ രോഗം പറയുന്നുണ്ട്, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. മനോരോഗം പറയുന്നുണ്ട്, വിഷാദരോഗം. ഇതൊക്കെയാണ് അസുഖമായി വന്നിരിക്കുന്നത്. ജോലി വന്നിരിക്കുന്നത് തപാൽ വകുപ്പാണ്, യാത്രയാണ്, ഗതാഗതം, സർക്കാർ ജോലികളാണ്, അധ്യാപകരാണ്, IT മേഖലയാണ്, കലാകാരന്മാരാണ്, എഴുത്തുകാരാണ്. ഇതൊക്കെയാണ് വന്നിരിക്കുന്നത്. പൊതുവായ കാര്യങ്ങൾ, വിവാഹനിശ്ചയം, വിവാഹം പറയുന്നുണ്ട്. ഇനി ആത്മഹത്യ ടെൻഡൻസി ഉണ്ട് എന്ന് പറയുന്നുണ്ട്. മരണം കേൾക്കും എന്ന് പറയുന്നുണ്ട്. പൊള്ളലേൽക്കാതെ സൂക്ഷിക്കുക. ഇന്ത്യക്ക് വെളിയിലേക്ക് പോകാൻ കാത്തിരിക്കുന്നവർക്ക് കുറച്ച് കാലതാമസം വരും എന്ന് പറയുന്നുണ്ട്. ഒരു ബ്ലാക്ക് മാജിക് എനർജി നല്ലതുപോലെ ഉണ്ട്. ഒരു കാർഡിലല്ല അത് നിൽക്കുന്നത്, 4-5 കാർഡിലാണ് നിൽക്കുന്നത്. തീർച്ചയായും ബ്ലാക്ക് മാജിക് എനർജി ഉണ്ട്, ശ്രദ്ധിക്കുക. ഇനി നമുക്ക് മാലാഖയുടെ മെസ്സേജ് നോക്കാം. ഹീലിംഗ് ഫാമിലി ഇഷ്യൂ എന്നാണ് പറയുന്നത്. ഫാമിലിയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പ്രണയം മാത്രം പങ്കുവയ്ക്കൂ. ശ്വാസം മുട്ടിച്ച് കൊല്ലാതിരിക്കുക. പ്രേമിക്കുന്നു എന്ന് പറഞ്ഞിട്ടേ മുജന്മ ബന്ധാണ് എന്നാണ് പറയുന്നത്. ഒരു ചാൻസും കൂടി വേണം എന്നാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് റീഡിങ്ങിന് വന്ന ഒരു ലേഡിയുടെ കാര്യമാണ് പറയാൻ പോകുന്നത്.
അവർ നല്ല രീതിയിൽ ഭർത്താവിൻ്റെ കൂടെ സുഖമായി ജീവിക്കുന്ന ആളാണ്. ആ ഭർത്താവിലൊരു കുഞ്ഞുണ്ട്. അവർ ഒരാളെ സ്നേഹിക്കുന്നുണ്ട്. രണ്ടുപേരും 2 രാജ്യത്താണ്, ഇന്ത്യയിലല്ല. അങ്ങനെ 2 പേരും കൂടി നാട്ടിലേക്ക് വരുമ്പോൾ പറഞ്ഞൊത്തു വരും, ഇന്ന ദിവസം വരാമെന്ന് പറഞ്ഞ്. അപ്പോൾ നിങ്ങളുടെ ഇന്ത്യക്ക് വെളിയിലുള്ള പങ്കാളിയൊക്കെ വരും എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ സൂക്ഷിച്ചോളുക, കൂടെ ആരെങ്കിലും ഉണ്ടോ, റൂം എടുത്ത് താമസിക്കുന്നുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കി വയ്ക്കുക. അങ്ങനെ റൂം എടുത്ത് 10-20 ദിവസം താമസിച്ച ശേഷമാണ് സ്വന്തം വീടുകളിലേക്ക് പോകുന്നത്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഇവരുടെ ഭർത്താവ് വിളിച്ച് ചോദിക്കില്ലേ നാട്ടിലെത്തിയോന്ന്? എനിക്കറിയില്ല, അതിനൊന്നും ഉത്തരം എൻ്റെ കയ്യിലില്ല. എന്തായാലും ഇവർ 10-20 ദിവസം ഒന്നിച്ച് താമസിച്ചപ്പോൾ ഈ സ്ത്രീ പ്ലാൻ ചെയ്താണ് വന്നിരിക്കുന്നത്, ഇയാളുടെ ഒരു കുഞ്ഞിനെ വേണമെന്ന്. എന്തായാലും ആൾ അത് തരപ്പെടുത്തി. അപ്പം പിന്നെ അയാളെ എന്നും അടിമയാക്കി വയ്ക്കാമല്ലോ, അയാളുടെ കുട്ടിയാണല്ലോ ഇവർ പ്രസവിക്കാൻ പോണത്. ആ ഒരു ക്രൂരമായ ബുദ്ധിയോടുകൂടിയാണ് അവർ ആ പണി ചെയ്തത്. പിന്നീട് അയാൾ ഒഴിവാക്കാനും പേടിക്കാനും തുടങ്ങി, ഇവർ ഗർഭിണിയാണ് എന്ന് പറഞ്ഞപ്പോൾ. കാരണം അയാൾക്കൊരു വൈഫുണ്ട്, ഇവർക്കൊരു ഭർത്താവും ഉണ്ട്. ഇവർ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാൾക്ക് പേടിയാവാൻ തുടങ്ങി. അയാൾ വേഗം ബ്ലോക്ക് ചെയ്ത് പോയി, ഏത് നമ്പറിൽ നിന്ന് വിളിച്ചാലും സംസാരിക്കാതായി. അങ്ങനെയാണ് എൻ്റെ അടുത്ത് റീഡിങ്ങിന് വരുന്നത്. കാരണം ഈ കുഞ്ഞിനെ വെച്ച്, അല്ലെങ്കിൽ ഈ ഗർഭത്തിൻ്റെ പേരിൽ അയാളെ ട്രാപ്പിലാക്കാമെന്നാണ് ഇവർ വിചാരിച്ചത്. പക്ഷേ അവർക്ക് അതായപ്പോൾ പേടിയായി അയാൾക്ക്. കാരണം അയാളുടെ യഥാർത്ഥ ബന്ധത്തിലും കുഞ്ഞുങ്ങളുണ്ട്. എന്തായാലും ഈ സ്ത്രീ പറയുന്നത്, ചോദിക്കുന്നത് അയാൾക്ക് കർമ്മ കിട്ടില്ലേ എന്നാണ്. ഇവർ ചെറുപ്പക്കാരിയൊന്നുമല്ല, 40-ന് മുകളിൽ പ്രായമുള്ള ഒരാൾ, ഒരു സ്ത്രീക്ക് അറിയില്ലേ ഒരു പുരുഷനുമായി ബന്ധപ്പെടുമ്പോൾ ഗർഭം ഉണ്ടാവും എന്നുള്ളത്? അപ്പോൾ അവർ ആ സമയത്തല്ലേ തടയേണ്ടിയിരുന്നത്, വേണ്ടത് വയ്ക്കേണ്ടിയിരുന്നത്, പ്രിക്കോഷൻസൊക്കെ എടുക്കേണ്ടിയിരുന്നത്. അതൊന്നും ചെയ്യാതെ അയാളെ മനഃപൂർവ്വം ഇതിൽ പെടുത്തി ഒരു ഗർഭമൊക്കെ ഉണ്ടായ ശേഷം അയാൾക്ക് കർമ്മ കിട്ടില്ലേ എന്നാണ് ഇവർ ചോദിക്കുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, കർമ്മ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്കല്ലേ കിട്ടണ്ടേ? ഒരു കുടുംബമുള്ള ആളെ ട്രാപ്പിലാക്കാൻ വേണ്ടി നിങ്ങളിങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിയ അവസ്ഥയ്ക്ക്, അത് നല്ല രീതിയിൽ പോകുന്ന ഭർത്താവ്, അതിലൊരു കുട്ടിയൊക്കെ ഉണ്ട്. ഇങ്ങനെയുള്ള ലേഡിയാണ് ഈ പണി ഒപ്പിച്ചിട്ട് എന്നോട് വന്ന് ചോദിക്കുന്നത് അയാൾക്ക് കർമ്മ കിട്ടില്ലേന്ന്. അപ്പം നിങ്ങൾ ലോജിക്കോടുകൂടി ചിന്തിക്കുക, ഇതിനുള്ള ആൻസർ എന്താണെന്നുള്ളത്. ഞാൻ പറയുന്നില്ല, കാരണം ഇവിടെ കാർഡിൽ കിട്ടിയതൊന്നും ഞാൻ പുറത്ത് പറയില്ല. എന്തായാലും ഞാൻ ചോദിച്ചു, എൻ്റെ ഒരു യുക്തിസഹമായ ചോദ്യം ചോദിച്ചു, അത് നിങ്ങൾക്കല്ലേ കിട്ടേണ്ടതെന്ന്. അപ്പോൾ ഇന്ത്യക്ക് വെളിയിൽ ജോലി ചെയ്യുന്ന ഇണകളുണ്ടെങ്കിൽ അവരെന്നാണ് അവിടുന്ന് പുറപ്പെടുന്നത്, എന്നാണ് നിങ്ങളുടെ അടുത്ത് എത്തുന്നത് എന്നെങ്കിലും മിനിമം ഒന്ന് അറിഞ്ഞു വയ്ക്കുക. അത് കഴിഞ്ഞ് അവർ എവിടെയൊക്കെ പോകുന്നുണ്ട്, ആരെയൊക്കെ കാണുന്നുണ്ട് എന്നൊക്കെ അറിഞ്ഞു വയ്ക്കുക. എന്നാൽ അവർ നിങ്ങളുടെ മുന്നിൽ നല്ല ഭാര്യയും നല്ല ഭർത്താവുമായി അഭിനയിക്കുന്നുണ്ടാവും. അപ്പോൾ വഞ്ചന മാത്രമാണ് ഈ ലോകം മൊത്തം നടക്കുന്നത്. ഈ മുൻകരുതൽ പറഞ്ഞത് പങ്കാളിയെ ആത്മാർത്ഥമായി സ്നേഹിച്ച്, ജീവന് തുല്യം സ്നേഹിച്ച് അവർക്ക് വേണ്ടി ജീവിക്കുന്ന ഇണകളോടാണ്, അല്ലാതെ കുത്തിത്തിരിപ്പുള്ള ഭാര്യയോടും ഭർത്താവിനോടും അല്ല. അവരെ എപ്പോഴും ഉപദ്രവിക്കണം എന്ന് വിചാരിച്ച് അവരെ എപ്പോഴും ടോർച്ചർ ചെയ്യുന്ന ഒരാൾക്ക് വേണ്ടിയല്ല ഈ മെസ്സേജ് ഞാൻ തന്ന്. അവരാണ് ലോകം, അവരും അവരുടെ കുട്ടികളും, നിങ്ങൾക്ക് 2 പേർക്കുണ്ടാവുന്ന കുട്ടികളും എന്ന് വിചാരിച്ച് ജീവൻ മുഴുവൻ അവർക്ക് കൊടുത്തിരിക്കുന്നവരോടാണ് പറയുന്നത്. അത്രയ്ക്ക് അങ്ങ് ആത്മാർത്ഥത പങ്കാളി നിങ്ങളോട് കാണിക്കുന്നുണ്ടോ എന്നൊന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഏത് ബന്ധത്തിനും തെറ്റാണെന്നോ ശരിയാണെന്നോ അല്ല ഞാൻ പറയുന്നത്. ചില കുടുക്കുകൾ ഇട്ടിട്ട് കുടുക്കാൻ ശ്രമിക്കുന്ന ചില ആളുകളുണ്ട്. അത് പ്രണയമല്ല, അവനവൻ്റെ പരിധിയിൽ നിൽക്കണം, അതൊന്ന് പുറത്ത് കിടക്കരുത്, സ്വന്തം പങ്കാളിയെ പോലും സ്നേഹിക്കരുത് എന്ന കുതന്ത്രമുള്ള ആളുകളും നമുക്ക് ചുറ്റുമുണ്ട്. അവരുടെ കാര്യമാണ് ഇന്ന് മൊത്തത്തിൽ വന്നിരിക്കുന്നത്, പോസിറ്റീവ് മെസ്സേജിൽ തന്നെ വന്നിരിക്കുന്നത്. പക്ഷേ അതിലെ ആ ആൾക്ക് യുക്തിയുള്ളത് കാരണം അവർ നന്നായി ചിന്തിക്കുന്നുണ്ട്. അതാണ് ഇന്നത്തെ റീഡിങ്ങിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ മാത്രം കാര്യം അറിയാൻ എൻ്റെ അടുത്ത് വരിക. ഇനി നമുക്ക് അവസാനത്തെ മെസ്സേജ് നോക്കാം. മൂവ് ഓൺ, മാറിപ്പോയി അല്ലെങ്കിൽ മാറിപ്പോവാൻ നിൽക്കുന്നു, സുഹൃത്ത് മാത്രമായിട്ട് വേണമെങ്കിൽ ഞാൻ കണ്ടോളാം, ഇതൊക്കെയാണ് പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ചില ആളുകൾ കുടുക്കിട്ട് പിടിച്ചു കഴിഞ്ഞാൽ ശ്വാസം മുട്ടലായി മാറിയാൽ അതിന്ന് ഓടി രക്ഷപ്പെടും. അപ്പം നിങ്ങൾക്ക് സ്നേഹിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അത് വെച്ച് വില പേശാൻ നിൽക്കാതിരിക്കുക. അത് മാത്രമാണ് പറയാനുള്ളത്. സ്നേഹം എന്ന് പറഞ്ഞാൽ ദിവ്യമായൊരു കാര്യമാണ്, അതിനപ്പുറമുള്ളതൊക്കെ ഡെവിൾ എനർജിയാണ്, അത് മനസ്സിലാക്കുക. അപ്പോൾ എല്ലാ രീതിയിലും മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ എന്നെ നിങ്ങളാണ് മനസ്സിലാക്കാത്തത്. എനിക്ക് വേണമെങ്കിൽ നിങ്ങൾ ക്യാഷ് അടയ്ക്കുന്നു, അതിലൊരു സത്യമോ ധർമ്മമോ നീതിയൊന്നും നോക്കേണ്ട ആവശ്യമില്ല. എല്ലാ ടാരോ റീഡർമാർ പറയുന്നത് പോലെ കാർഡിൽ ഇല്ലാത്ത അർത്ഥങ്ങൾ എന്ന് വെച്ചാൽ മോഹിപ്പിക്കുന്ന കാര്യങ്ങൾ, ചിലപ്പോൾ മയക്കുമരുന്ന് അല്ലെങ്കിൽ മദ്യം ഇതുപോലുള്ള ലഹരി തരുന്ന വാക്കുകൾ പറഞ്ഞ് നിങ്ങളെ പറ്റിക്കാം.
അതൊന്നും ഇവിടെ ചെയ്യുന്നില്ല. ഇവിടുത്തെ കാർഡുകളുടെ അർത്ഥം തന്നെയാണ് പറയുന്നത്. അതിൻ്റെ ഭവിഷ്യത്തുകൾ പറയുന്നുണ്ട്. നിങ്ങൾ ചിന്തിക്കുന്നത് നെഗറ്റീവാണെങ്കിൽ അതിൻ്റെ ദോഷം പറയുന്നുണ്ട്. ഇങ്ങനെ ചിന്തിക്കരുത് എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ റീഡിങ് അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ കൂടെ ദൈവം ഉണ്ടാവട്ടെ എന്നൊന്നും ഞാൻ പറയില്ല. കാരണം നേരത്തെ ചിന്തിച്ച ആ ലേഡിയുടെ പോലെയുള്ള ആളുകളുടെ കൂടെ ദൈവം ഉണ്ടാവില്ല എന്ന് ഉറപ്പാണ്. ഒരു അപേക്ഷയുള്ളത് മറ്റുള്ളവരെ വേദനിപ്പിക്കാത്ത വിധത്തിൽ നിങ്ങളുടെ പ്രണയം മുന്നോട്ട് കൊണ്ടുപോവുക. ഇത് മാത്രമാണ് പറയാനുള്ളത്. അപ്പം നിർത്തട്ടെ.